നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. AICC അംഗമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതല കൂടി നൽകുകയാണ്. കേരളത്തിലെ ഒരു MP എന്നതിനുപരിയായി പ്രിയങ്ക ഗാന്ധിക്ക് കേരളത്തിൽ UDFന്റെ അനുകൂല സാഹചര്യങ്ങളിൽ കൂടുതൽ കോൺഗ്രസ് MLAമാരെ കൃത്യമായി വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യം അവർ പ്രചരണത്തിനിറങ്ങിയാൽ സാധ്യമാകും എന്ന് തന്നെയാണ് ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ പറയുന്നത്. നമുക്കറിയാം, പല സർവേ റിപ്പോർട്ടുകളും വരുമ്പോഴും കോൺഗ്രസ് അതിന് മുഖവില നൽകുന്നില്ല. എന്തെന്നാൽ സർവേ റിപ്പോർട്ടുകളുടെ ആധികാരികതയെപ്പറ്റി പല രീതിയിൽ സംശയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. സെഫോളജിസ്റ്റുകൾ നൽകുന്നത് ഡേറ്റാ ശേഖരണം ഉൾപ്പെടെ വലിയ തോതിൽ അതിൽ പക്ഷപാത രാഷ്ട്രീയമുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ സാഹചര്യങ്ങളെ കോൺഗ്രസ് തള്ളിക്കളയുന്നത്. ജനങ്ങളിലാണ് തങ്ങൾക്ക് വിശ്വാസ്യത എന്ന് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും KPCCയുടെ അധ്യക്ഷനും കേരളത്തിൽ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം 90 മുതൽ 100 സീറ്റ് വരെ UDFന് അനുകൂലമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതിൽ 19 സിറ്റിംഗ് MLAമാർ കോൺഗ്രസിന് വേണ്ടി വീണ്ടും മത്സരിക്കുകയാണ്. നിലവിൽ പാലക്കാട് MLA അടക്കം 22 സിറ്റിംഗ് MLAമാർ കോൺഗ്രസിനുണ്ടെങ്കിൽ അതിൽ 19 പേരുടെയും ലിസ്റ്റ് കൺഫേമായി. ബാക്കി 3 പേരുടെ പേരുകളാണ് ഇവിടെ സംശയാസ്പദമായി മാറ്റപ്പെടുമോ എന്നുള്ളത് ആലോചിക്കപ്പെടേണ്ടത്. തൃക്കാക്കരയിൽ ഉമാ തോമസിന് പകരം ദീപ്തി മേരി വർഗീസ് ഒരുപക്ഷെ ഗോതയിൽ ഇറങ്ങിയിരിക്കാം. അതുപോലെ തന്നെയാണ് പാലക്കാട് സന്ദീപ് വാര്യരുടെ പേരും പരിഗണനയിലുണ്ട്. മറ്റൊരു പേര് എന്ന് പറയുന്നത് ആലുവയിലെ MLA ആയ അൻവർ സാദത്തിന് പകരമായി മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത്തരത്തിലേക്കാണ് സാഹചര്യങ്ങൾ മാറി മറിയുന്നത്. ചില സീറ്റുകൾ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കുന്ന സാഹചര്യവും ഇവിടെ സംജാതമായിരിക്കുന്നു. കളമശ്ശേരി സീറ്റ് ഉൾപ്പെടെ ആ സാഹചര്യമാണ്. ഗുരുവായൂർ സീറ്റും ലീഗിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുത്ത പകരമായി മറ്റൊരു സീറ്റ് തിരിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് UDFനകത്ത് മുന്നണി സംവിധാനം രൂപീകരിച്ചിരിക്കുകയാണ്. സഖ്യകക്ഷികൾക്ക് പരമാവധി എല്ലാ രീതിയിലും അവരുടെ ആശങ്കകൾ അകറ്റുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും തന്നെ ആയിരിക്കും നടക്കുക എന്ന് പ്രിയങ്ക ഗാന്ധി നേരിട്ട് UDFന് ഉറപ്പ് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളത് വലിയ തോതിൽ ചർച്ചയാകുമ്പോൾ പ്രതിപക്ഷ നേതാവായ VD സതീശന് സാധ്യതയേറുന്നു എന്നൊക്കെ പറയുമെങ്കിലും UDFന്റെ മൊത്തത്തിലുള്ള ബാറ്റൺ ഇപ്പോഴും അത് പ്രിയങ്ക ഗാന്ധി തന്നെയാണ് കൈവശം വെച്ചിരിക്കുന്നത്. അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, UDF ഒറ്റക്കെട്ടായി നേരിടണം, ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിനൊന്നും പ്രസക്തിയില്ല. ഹരിയാനയിൽ കുമാരി ശൈലജയുടെയും ഭൂവിന്ദർ സിംഗ് ഹൂദയുടെയും പടലപ്പിണക്കം കോൺഗ്രസിന് വിനാശമാണ് സൃഷ്ടിച്ചത്. അത് ആവർത്തിക്കപ്പെടരുത് എന്ന് പ്രിയങ്ക നിർദ്ദേശം കൊടുത്തിരിക്കുന്നു.